PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എഗ്രിമെന്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് കടക്കാം. ഇംഗ്ലീഷിൽ നമ്മൾ തന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്. ഓക്കെ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ് തന്നത്. അപ്പോൾ അതിൽ ഞാൻ മുൻവർഷ ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷനും കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ടിപ്സും നമ്മൾ കുറച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആദ്യത്തെ ചോദ്യം നോക്കാം. ദ ബോക്സ് ഡാഷ് 10 ബുക്സ്. ദ ബോക്സ് ഡാഷ് 10 ബുക്സ്. എന്താണ് വരിക? ഇവിടെ ഡാഷിൻ്റെ അവിടെ എന്താണ് വരിക? അവിടെ 10 ബുക്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ദ ബോക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ദ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് എന്നല്ലേ അർത്ഥം. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഇവിടെ സിംഗുലർ വെർബ് ഏതാണ്? കണ്ടെയ്ൻ, കണ്ടെയ്ൻസ്, കണ്ടെയ്നിങ്, നൺ ഓഫ് ദിസ്. ഏതാണ് സിംഗുലർ? കണ്ടെയ്ൻസ് ആണ്. എസ്സിൽ അവസാനിക്കുന്നതെല്ലാം സിംഗുലർ ആണ്. ഈസ്, ഹാസ്, ഡസ്. ഓക്കെ, കണ്ടെയ്ൻസ്, ഗോസ്, അങ്ങനെ എസ്സിൽ അവസാനിക്കുന്നത് മേക്സ്. ഓക്കെ, എസ്സിൽ അവസാനിക്കുന്നതാണ് എന്ത്? സിംഗുലർ എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം അറിയാത്തവരുണ്ടെങ്കിൽ. അപ്പം ദ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ആണ്. അത് സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം സിംഗുലർ വെർബ് ആയിരിക്കും. സിംഗുലർ വെർബ് ഏതാണ് ഇവിടെ? കണ്ടെയ്ൻസ്. അപ്പം ദ ബോക്സ് കണ്ടെയ്ൻസ് 10 ബുക്സ് എന്നാണ് പറയുക. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ ആദ്യത്തെ എന്താണ് കണ്ടീഷൻ? അതാണ് സിംഗുലർ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് ആയിരിക്കും. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം. All his money dash spent on the house. All his money dash spent on the house. അപ്പോൾ ഇവിടെ all his money എന്നാണ് പറഞ്ഞിരിക്കുന്നത്. all എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാം എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണെന്ന് ഉള്ള ചിന്തയ്ക്ക് ആൻസർ പോകും. പക്ഷേ all his money എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മണി എന്ന് പറയുന്നത് ഒരു സിംഗുലർ വേർഡാണ്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കണം? വെർബും എന്ത് തന്നെയായിരിക്കണം? സിംഗുലർ തന്നെയായിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ട് വരുന്നത് വേറെ, ഹാവ്, ഹാസ്. ഹാസും വാസും സിംഗുലർ ആണ്. എസ്സിൽ അവസാനിക്കുന്നതാണ് സിംഗുലർ. അപ്പോൾ വേറല്ല, ഹാവ് അല്ല. പിന്നെ ഹാസും വാസും ആണുള്ളത്. ഇവിടെ വാസ് ആണ് വരിക. ഹാസ് എന്താണ്? ഓൾ ഹിസ് മണി ഹാസ് സ്പെൻഡ് എന്ന് പറയോ? ഇല്ല. അപ്പോൾ വാസ് ആണ് വരിക. ഓൾ ഹിസ് മണി വാസ് സ്പെൻഡ് ഓൺ ദി ഹൗസ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ വാസ് ആണ് വരുന്നത്. മണി എന്ന് പറയുന്നത് സിംഗുലർ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത് ഹെർ ഹെയർ ഡാഷ് ബ്യൂട്ടിഫുൾ. ഹെർ ഹെയർ ഡാഷ് ബ്യൂട്ടിഫുൾ. ഡാഷ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരിക? ഹെർ ഹെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഹെർ ഹെയർ. അപ്പോൾ അതെന്താണ്? സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് വരിക? സിംഗുലർ സബ്ജക്റ്റ് ആണ് വരിക. ഈസ് ആണ് വരിക. ഓക്കെ, സിംഗുലർ വെർബ് ആണ് വരിക. ഈസ് ആണ് വരുന്നത്. ഹാവ് പ്ലൂറൽ ആണ്. ഹാസ് സിംഗുലർ ആണ്. പക്ഷെ ഹെർ ഹെയർ ഹാസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ഹാവും ഹാസും അല്ല. എന്താണ്? പ്ലൂറൽ ആണ്. പിന്നെ ഉള്ളത് ഈസ് ആണ്. അപ്പോൾ ഹെർ ഹെയർ ഈസ് ബ്യൂട്ടിഫുൾ ആണ് വരുന്നത്. അടുത്ത ചോദ്യം. പ്ലാന്റ്സ് ഡാഷ് മോർ ക്വിക്ക്ലി ഇൻ സമ്മർ ദാൻ ഇൻ വിന്റർ. പ്ലാന്റ്സ് ഡാഷ് മോർ ക്വിക്ക്ലി ഇൻ സമ്മർ ദാൻ ഇൻ വിന്റർ. എന്താണ് ഇവിടെ? പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് അല്ലേ? സബ്ജക്റ്റിൻ്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് പ്ലൂറൽ ആണ്. സബ്ജക്റ്റിൻ്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആണ്.
വെർബിന്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അത് സിംഗുലർ ആണ്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. സബ്ജക്റ്റിന്റെ കൂടെ എസ് വന്നാൽ പ്ലൂരലും വെർബിന്റെ കൂടെ എസ് വന്നാൽ അത് സിംഗുലറും ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്ലാന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, അതിന്റെ കൂടെ എസ് വന്നു. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ എന്തേ പറ്റുള്ളൂ? പ്ലൂറൽ വെർബേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഏതാണ് പ്ലൂറൽ വെർബ്? ഗ്രോസ്. ഗ്രോസ് എന്ന് പറയുമ്പോൾ വെർബിന്റെ കൂടെ എസ് വന്നാൽ അത് സിംഗുലർ ആണ് അല്ലേ? അപ്പോൾ ഇത് സിംഗുലർ ആണ്. പിന്നെ ആർ ഗ്രോ ആണ്. ഗ്രോ, ഗ്രോയിങ്. ഏതാണ്? ഗ്രോ. ഓക്കെ, ഗ്രോ ആണ് പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ഗ്രോ മോർ ക്വിക്ക്ലി ഇൻ സമ്മർ ദാൻ ഇൻ വിന്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് വന്നാൽ വെർബ് എന്തായിരിക്കണം? വെർബ് ഈസ് ഓൾസോ പ്ലൂറൽ. അടുത്തത് ഹി ഡാഷ് എ മിൽ ഇൻ ഹിസ് ടൗൺ. ഹി ഡാഷ് എ മിൽ ഇൻ ഹിസ് ടൗൺ. എന്താണ് വരിക? ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലേ? ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സിംഗുലർ ഇവിടെ ഏതാണ്? ഹാവ്, ഹാസ്, ഈസ്, ഹാവിങ്, നൺ ഓഫ് ദീസ്. ഹാസ് ആണ് അല്ലേ? ഹാസ് ആണ് സിംഗുലർ. അപ്പോൾ ഹി ഹാസ് എ മിൽ ഇൻ ഹിസ് ടൗൺ. അപ്പോൾ ഹി എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഹി മാത്രമല്ല, ഹി, ഷീ, ഇറ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അതെല്ലാം സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ വെർബ് എന്തായിരിക്കണം? വെർബ് ഓൾസോ സിംഗുലർ ആയിരിക്കണം. അപ്പോൾ സിംഗുലർ എന്ന് പറയുമ്പോൾ ഹാസ്, ഹീയുടെ കൂടെയും ഷീയുടെ കൂടെയൊക്കെ എന്താണ്? ഹാസ് ചേർക്കാം അല്ലേ? ഹാവ് എന്ന് പറയുന്നതാണ് പ്ലൂറൽ. ഹാസ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. അടുത്തത് ചൂസ് ദി സെന്റൻസ് വിത്ത് ആൻ എറർ ഇൻ ഇറ്റ്. ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തെറ്റായതാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. They walk in a moderate speed. The children wants to play. The baby is crying loudly. The members will pay the bill. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എറർ വന്നിട്ടുള്ള സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്കാം. They walk in a moderate speed. They എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആണ് അല്ലേ? അവർ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. വാക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. കൂടെ എസ് ഉണ്ടെങ്കിലാണ് വെർബ് എന്താവുള്ളൂ? സിംഗുലർ ആവുള്ളൂ. എസ് ഇല്ലാത്തതുകൊണ്ട് അത് പ്ലൂറൽ ആണ്. അപ്പോൾ ദേ വാക്ക് പ്ലൂറലും പ്ലൂറലും ആണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അടുത്തത് ദ ചിൽഡ്രൻ വാണ്ട്സ് ടു പ്ലേ. ദ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് എന്താണ്? പ്ലൂറൽ ആണ്. വാണ്ട്സ് ടു പ്ലേ, വാണ്ട്സ്. അപ്പോൾ അവിടെ ഒരു എസ് ഉണ്ട് അല്ലേ? വാണ്ടിന്റെ കൂടെ എസ് ഉണ്ട്. അപ്പോൾ വെർബ് എന്തായി അവിടെ? സിംഗുലർ വെർബാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് വരാൻ പാടോ? ഇല്ല. അപ്പോൾ അവിടെ വാണ്ട്സ് എന്ന് പറയുന്നതിന്റെ എസ് വേണ്ട. ദ ചിൽഡ്രൻ വാണ്ട് ടു പ്ലേ എന്നാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സെന്റൻസ്. ഓക്കെ, അപ്പോൾ ദ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ എന്തേ പാടുള്ളൂ? പ്ലൂറൽ വെർബേ പാടുള്ളൂ. ഇവിടെ വാണ്ട്സ് എന്ന് പറഞ്ഞ് തന്നതുകൊണ്ട് അത് സിംഗുലർ ആണ്. സോ ആ സെന്റൻസ് തെറ്റാണ്. അടുത്തത് നോക്കുക. ദ ബേബി ഈസ് ക്രൈയിങ് ലൗഡ്ലി. അത് കറക്റ്റ് ആണ്. ദ മെമ്പേഴ്സ് വിൽ പേ ദ ബിൽ. അതും ശരിയാണ് അല്ലേ? അപ്പോൾ അവിടെ തെറ്റ് വരുന്നത് ഓപ്ഷൻ ബി മാത്രമാണ്. അടുത്തത് ഐ ഡാഷ് ജസ്റ്റ് കം. ഐ ഡാഷ് ജസ്റ്റ് കം എന്താണ്? ഇവിടെ എന്താ വരിക? ഐയുടെ കൂടെ ഹാവ് ആണ് വരിക കേട്ടോ. ഹാവ്. ഐ ഹാവ് ജസ്റ്റ് കം. എന്തുകൊണ്ടാണ്? ഐനെ നമ്മൾ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുക. ഐ എപ്പോഴും എന്താണ്? പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ എപ്പോഴും പ്ലൂറൽ വെർബാണ് വരിക. പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഹാവ് ആണ് വരിക. അപ്പോൾ ഐയുടെ കൂടെ മാത്രമല്ല, ഐ ഹാവ്, ഐ വേർ എന്നൊക്കെയാണ് വരിക കേട്ടോ. ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ട് ഐ ഹാവ്, ഐ വേർ എന്നൊക്കെ പ്ലൂറലാണ് ഉപയോഗിക്കുക. ഐയുടെ കൂടെ മാത്രമല്ല, ഐ, യു, ദേ, വി ഇതിൻ്റെ എല്ലാം കൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഐ, യു, ദേ, വി ഇതിൻ്റെ എല്ലാം കൂടെ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്ലൂറലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അയ്യോ ദേവി എന്ന് ഓർത്താൽ മതി കേട്ടോ. അയ്യോ ദേവി. അയ്യോ ദേവിയുടെ കൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക. ഐ, യു, ദേ, വി അതിൻ്റെ കൂടെ എല്ലാം എന്താണ്? പ്ലൂറലാണ് യൂസ് ചെയ്യുക. അടുത്തത് 10,000 rupees ഡാഷ് എ ലാർജ് സം. 10,000 rupees ഡാഷ് എ ലാർജ് സം. ഇവിടെ എന്താണ് വരിക? 10,000 rupees എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരു എമൗണ്ട് ഓഫ് ക്യാഷ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് ക്യാഷിൻ്റെ കൂടെ വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ സിംഗുലർ വെർബ് വരുന്നത് ഏതാണ്? 10,000 rupees ഈസ് ആണ് വരിക കേട്ടോ. ഈസ്. ഹാസും വാസും എല്ലാം സിംഗുലർ ആണ്. പക്ഷെ ഇവിടെ 10,000 rupees ഈസ് എ ലാർജ് സം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈസ് ആണ് വരിക. അപ്പോൾ എമൗണ്ട് ഓഫ് ക്യാഷ് വന്നു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ, ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റി ഇതിൻ്റെ എല്ലാം കൂടെ എന്താണ്? വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. എമൗണ്ട് ഓഫ് ക്യാഷ്, ഡിസ്റ്റൻസ്, ഹൈറ്റ്, ക്വാണ്ടിറ്റി എന്നിവയുടെ കൂടെ എന്താണ്? സിംഗുലർ വെർബ് ആയിരിക്കും വരിക. അത് ഓർത്തിരിക്കുക. അടുത്തത് ദ പോലീസ് ഡാഷ് നോ ഐഡിയ. ദ പോലീസ് ഡാഷ് നോ ഐഡിയ എന്താണ് വരിക? ദ പോലീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ?
ഇപ്പൊ ദ പോലീസ് എന്ന് പറയുമ്പോൾ ഒരു പോലീസുകാരനെയാണോ പറയുന്നത്? അല്ല, ആ ഫുൾ പോലീസിന്റെ ഒരൊറ്റ ടീമിനെയാണ് പറയുന്നത് അല്ലെ, ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആണ് പറയുന്നത്. അപ്പൊ അതെന്താണ്? പ്ലൂറൽ ആണ് അല്ലെ. ദ പോലീസ് എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആണ്, അപ്പൊ അത് പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ അല്ലേ വരിക? പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്ലൂറൽ വെർബ് വരണം. ഇവിടെ ഏതാണ് പ്ലൂറൽ വെർബ്? ഹാസ്, ഹാവ്, വില്ല്, ഷാൾ. ഹാവ് ആണ് അല്ലെ, ഹാവ് ആണ് പ്ലൂറൽ, ഹാസ് സിംഗുലർ ആണ്. അപ്പൊ ദ പോലീസ് ഹാവ് നോ ഐഡിയ ആണ് വരിക. അപ്പോൾ ഇങ്ങനെ പോലീസ്, പീപ്പിൾ, പബ്ലിക്, കാറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആളുകളെയാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആണ്. അപ്പോൾ പ്ലൂറൽ വെർബ് വേണം യൂസ് ചെയ്യാൻ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ ഡാഷ് ഗുഡ് ഫ്രണ്ട്സ്. മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ ഡാഷ് ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മാവനും നല്ല ഫ്രണ്ട്സ് ആണ്, അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ. അപ്പൊ എൻ്റെ എന്ന് എടുത്ത് പറയുന്നുണ്ട് അല്ലേ. മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ. ഇങ്ങനെ ആൻഡ് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് വെച്ച് കണക്ട് ചെയ്യുന്ന സെന്റൻസുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ടിടത്തും ഇങ്ങനെ മൈ ഇങ്ങനെ രണ്ടിടത്തും ഒരേപോലെ മൈ അല്ലെങ്കിൽ അവർ, ആൻഡ്, എ അങ്ങനെ രണ്ടിടത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ, രണ്ടിടത്തും ഒരുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ വെർബ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ? രണ്ട് മൈ വന്നു കഴിഞ്ഞാൽ. ഇത് തന്നെ മൈ ഫാദർ ആൻഡ് അങ്കിൾ എന്നാണെന്ന് വിചാരിക്കുക, ഇവിടെ മൈ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? അവിടെ പ്ലൂറൽ വരില്ല. അപ്പം നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ രണ്ടിടത്തും മൈ വന്നിട്ടുണ്ട് അല്ലേ. ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് രണ്ടിടത്തും മൈ വന്നിട്ടുണ്ട്. അപ്പം എന്ത് നമ്മൾ സെലക്ട് ചെയ്യണം? പ്ലൂറൽ വെർബാണ് സെലക്ട് ചെയ്യേണ്ടത്. പ്ലൂറൽ വെർബാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാണ് പ്ലൂറൽ വെർബ്? ഈസ്, വാസ്, ആറ്, ഹാസ്. ഈസും വാസും ഹാസും അതെല്ലാം സിംഗുലർ ആണ്, ആറ് മാത്രമാണ് പ്ലൂറൽ ആയിട്ടുള്ളത്. അപ്പോൾ മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ ആർ ഗുഡ് ഫ്രണ്ട്സ് ആണ് വരിക. രണ്ട് മൈ വന്നിട്ടുണ്ട്, ആൻഡ് വെച്ച് കണക്ട് ചെയ്യുന്ന സെൻറ്റൻസിൽ രണ്ടിടത്തും മൈ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ച വാക്യങ്ങളിൽ രണ്ട് സബ്ജക്റ്റിന് മുമ്പായിട്ട് എ, ആൻഡ്, മൈ, അവർ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അവിടെ പ്ലൂറൽ വെർബാണ് വരിക. അത് ഓർത്തിരിക്കാം. ഇനി നോക്കുക, മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവിയറസ്റ്റ് ക്രിട്ടിക് ഡാഷ് മൈ മദർ. അപ്പോൾ ഇവിടെ മൈ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവിയറസ്റ്റ് ക്രിട്ടിക് എന്നാണ് പറയുന്നത്. ഇവിടെ വീണ്ടും മൈ എന്ന് ചേർത്തിട്ടില്ല, ഒരു തവണയാണ് മൈ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ രണ്ടിടത്ത് മൈ ഉണ്ടായിരുന്നെങ്കിൽ പ്ലൂറൽ വെർബ് എടുത്തേനെ, പക്ഷെ ഇവിടെ ഒരിടത്ത് മാത്രമേ ഉള്ളൂ. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവിയറസ്റ്റ് ക്രിട്ടിക് ഡാഷ് മൈ മദർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിടത്താണ് മൈ വന്നിട്ടുള്ളൂ, ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരിടത്താണ് വന്നിട്ടുള്ളതെങ്കിൽ എന്തെടുക്കണം നമ്മൾ? സിംഗുലർ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ട് വരുന്നത് ഈസ് മതി. ഓക്കെ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവിയറസ്റ്റ് ക്രിട്ടിക് ഈസ് മൈ മദർ എന്നുള്ളതാണ് വരിക. ഓക്കെ, അടുത്തത് വിച്ച് പാർട്ട് ഓഫ് ദി സെന്റൻസ് ഈസ് റോങ്. ഇത് തന്നിട്ടുള്ളതിൽ ഏത് പാർട്ടാണ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദി സെന്റൻസ് ഈസ് റോങ്. റോങ് ആയിട്ടുള്ളത് നോക്കാം. ഹി വിൽ വെയിറ്റ്സ് ഹിയർ ടിൽ യു കം. ഹി വിൽ വെയിറ്റ്സ് ഹിയർ ടിൽ യു കം. ഇവിടെ ഏത് ഭാഗമാണ് തെറ്റ്? വെയിറ്റ്സ് ഹിയർ എന്നുള്ളതാണ് തെറ്റ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഹി വിൽ ഉണ്ട് അല്ലേ. അപ്പൊ ഈ വില്ല് കഴിഞ്ഞ് ഹി വിൽ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. വിൽ വെയിറ്റ്സ് ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വേർബ്സിലാണ് ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, ഇവിടെ പ്ലൂറൽ ആണോ? വെയിറ്റ്സ് എസ്സിൽ അവസാനിച്ചാൽ അതെന്താണ്? സിംഗുലർ ആണ്. അപ്പോൾ പ്ലൂറൽ ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? വെയിറ്റ് എന്നാണ് വേണ്ടത്. ഹി വിൽ വെയിറ്റ് ഹിയർ ടിൽ യു കം എന്നാണ് വേണ്ടത്. ഹി വിൽ വെയിറ്റ്സ് എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ്? വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വേർബ്സ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എന്തേ വരാൻ പാടുള്ളൂ? പ്ലൂറൽ വെർബേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ പ്ലൂറൽ ആവണമെങ്കിൽ വെയിറ്റ്സ് എന്ന് പാടില്ല, വെയിറ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അവിടെ തെറ്റായിട്ടുള്ളത് വെയിറ്റ്സ് ഹിയർ ആണ്. അടുത്ത ചോദ്യം, നീതു ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ് ഡാഷ് ഓണേർഡ്. നീതു ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ് ഡാഷ് ഓണേർഡ്. ഇവിടെ ആസ് വെൽ ആസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത് അല്ലേ. അപ്പം ആസ് വെൽ ആസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സബ്ജക്റ്റ് ഉണ്ട് അല്ലേ. ഇവിടെ നീതു ഉണ്ട്, ഹെർ ഫ്രണ്ട്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. ആസ് വെൽ ആസ് വരുന്ന കേസിൽ രണ്ട് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ
നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് വെർബ് സെലക്ട് ചെയ്യുക. ആദ്യത്തെ സബ്ജക്റ്റ് ആരാണ് ഇവിടെ? നീതു. നീതു എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? വെർബ് എന്താണ് വരിക? സിംഗുലർ വെർബാണ്, ഈസ് ആണ് വരിക. ഓക്കെ, അപ്പൊ നീതു ആസ് വെൽ ആസ് ഹർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ആസ് വെൽ ആസ് വന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് സബ്ജക്റ്റ് നീതു സിംഗുലർ ആണ്, സോ നമ്മുടെ വെർബും സിംഗുലർ ആണ്, ഈസ് ആണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ആസ് വെൽ ആസ് വന്നാൽ മാത്രമല്ല, ആസ് വെൽ ആസ് വന്നു കഴിഞ്ഞാൽ along with, as much as, accompanied by, together with, besides ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വെർബ് സെലക്ട് ചെയ്യുക. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എക്സാമ്പിളായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്.